നമസ്കാരം. പാർവതീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാപ്പിച്ചിനോ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. കോഫി മെഷീൻ ഇല്ലാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, പാട കെട്ടാതെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചു വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ തിളച്ച പാൽ ചൂടോടെ തന്നെ നമുക്കൊരു കപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പത കിട്ടും. ഇപ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. അതാ പാല് നന്നായി പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി മുട്ടാതെ മീതെ ആ പതയിൽ മാത്രം നമുക്ക് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. കുറച്ച് അധികം സമയം അത് കൈകൊണ്ട് അടിച്ചു കൊടുക്കണം നന്നായിട്ട്, എന്നാലേ നന്നായി പതഞ്ഞു വരുള്ളൂ. അപ്പോൾ അത് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നോക്കാം. പത അതാ പത ഇങ്ങനെ സ്പൂണിൽ നമുക്ക് കോരിയെടുക്കാൻ കിട്ടും. ആ രൂപത്തിലായിരിക്കണം ഇതിൻ്റെ പത. അതുവരെ നമ്മളിത് കൈകൊണ്ട് നന്നായി അടിച്ചെടുക്കുക തന്നെ വേണം. ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു മഗ് എടുത്തിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെ ആണ്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ഓരോരുത്തരുടെയും പാകത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചൂടുവെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതൊരു ക്രീം പരുവത്തിലായി കിട്ടണം നമുക്ക്. അതുവരെ ഇത് നന്നായി കൈകൊണ്ട് അടിച്ചെടുക്കണം. ഇതും ഹാൻഡ് മിക്സി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിച്ചെടുത്താൽ കൂടുതൽ ക്രീമിയായി കിട്ടും. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കണം. നന്നായി പതഞ്ഞ് വരണം. അപ്പോൾ അത് ഒരുവിധം പത വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആവണ്ട. ഒരു 1/2 ടീസ്പൂൺ കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. നന്നായി ക്രീം ആയിട്ട് കിട്ടണത്. അപ്പോൾ അത് ആ ക്രീമായി വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അത് നമുക്ക് സ്പൂണിൽ കോരി എടുക്കാൻ കിട്ടും. ആ രൂപത്തിലുള്ള ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പതയും ഇതൊന്നൊരു സ്പൂൺ ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബൗളെടുത്ത് ഈ പാലിൻ്റെ മീതെയുള്ള പത ഈ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം 1 ടീസ്പൂൺ ക്രീം ചേർത്ത് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പതുക്കെ മിക്സ് ചെയ്യണം. അതാ മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി 1 ടീസ്പൂൺ കൂടെ ക്രീം ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. പാലിൻ്റെ പതയും ക്രീമും കൂടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു കോഫി മഗ് എടുക്കാം. കോഫി മഗ്ഗിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം.
ഇതിലുള്ള എല്ലാ ക്രീമും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ക്രീമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാല് കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് ഹൈന്ന് ഒഴിച്ചാൽ നന്നായി പതഞ്ഞ് കിട്ടും. അപ്പോൾ പാല് കുറേശ്ശായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പത വരും മുകളിൽ. ഇത് നമ്മുടെ വളരെ ടേസ്റ്റിയായ ക്യാപിച്ചിനോ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.